ദിസ് ഈസ് ദ ഡേ ബിഫോർ റമദാൻ. അപ്പം ഞങ്ങൾ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. കുറേ ദിവസമായി ഗ്രോസറി ഷോപ്പിങ്ങിന് പ്ലാൻ ചെയ്യുന്നു, പക്ഷെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇറ്റ്സ് എ വീക്കെൻഡ് ഡേ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനത്തിലൊക്കെ പോയിട്ട് ഗ്രോസറി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ റൂമിന്റെ അടുത്തുള്ള ലുലുവിൽ തന്നെയാണ് ട്ടോ പോകുന്നത്. നമ്മൾ മോസ്റ്റ്ലി അവിടെ തന്നെയാണ് പോവാറ്. ഇവിടെ ചെന്നപ്പോൾ ഭയങ്കര റഷ് ആയിരുന്നു, കാരണം റമദാനൊക്കെ ആയിട്ട്, പിന്നെ വീക്കെൻഡ് കൂടിയാണ്. സോ കുറെ കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ഗ്രോസറീസ് എല്ലാം വാങ്ങിക്കാനും എല്ലാം റീസ്റ്റോക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഒരു വലിയ ക്യൂ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത്. അതിനുശേഷം എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ എല്ലാം എടുത്തു വെക്കുക എന്നുള്ളതാണ്. എൻ്റെ ഒരു ഹോൾ കിച്ചൺ ഫുള്ളി ഗ്രോസറീസ് വെച്ചിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ എല്ലാം ഞാൻ കുറച്ച് ടൈം എടുത്ത് പയ്യെ പയ്യെ ആക്കി. അതിനുശേഷം കുറച്ച് സിപ്ലോ കവേഴ്സിൽ ഞാൻ കുറച്ച് വെജിറ്റബിൾസും കുറച്ച് നട്ട്സ് ഒക്കെ മാറ്റി വെച്ചു. റമദാന് മുമ്പായിട്ടുള്ള ഡീപ്പ് ക്ലീനിങ് ഞാൻ ഓരോ ഡേയ്സിലായിട്ടോ ചെയ്ത് തീർത്തത്. എപ്പോഴും ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം ഞാൻ നല്ല ടയർഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ ഡേയ്സിൽ ഓരോ പാർട്ടായിട്ടാണ് ചെയ്ത് തീർത്തത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫ്രിഡ്ജ് പാർട്ടൊക്കെ ഞാൻ കുറേ ദിവസം മുമ്പേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഒരു സുഹൂറോടെ പ്രിപ്പയർ ആക്കി വെച്ചിട്ട് കിടന്നുറങ്ങാം. അപ്പം ഞാൻ എൻ്റെ എല്ലാ പ്രാവശ്യത്തെയും സുഹൂർ എന്ന് പറയുന്നത് ഓവർനൈറ്റ് ഓട്സ് ആണ് കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം കുറച്ചധികം വെറൈറ്റീസ് ഞാൻ ഇങ്ങനെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഓവർനൈറ്റ് ഓട്സ് റെസിപ്പി ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആൻഡ് ഇത് ഞാൻ ലേറ്റ് നൈറ്റ് തന്നെ പ്രിപ്പയർ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാണ്. ആൻഡ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുറത്തേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എന്തെങ്കിലും ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ടുള്ളത് ആപ്പിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വ്ളോഗിൽ കാണാം.